നമുക്ക് വ്യക്തിപരമായിട്ട് ആരോടും ഒരു പ്രശ്നവുമില്ല, എല്ലാവരോടും നമുക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷെ റീസൺ ഈസ് ലൈക്ക് വെരി പ്രൈവറ്റ്. അതെനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം. സീരിയൽ പ്രേമികളുടെ ഇഷ്ടപരമ്പരകളിലൊന്നാണ് കുടുംബശ്രീ ശാരദ. അപ്രതീക്ഷിത വഴിത്തിരിവുകളുമായി മുന്നേറുന്ന പരമ്പരയിലെ നായക കഥാപാത്രമായ വിഷ്ണുവിനെ അവതരിപ്പിച്ചത് സീരിയൽ പ്രേമികളുടെ പ്രിയ താരമായ പ്രബിനാണ്. വിഷ്ണു ഇടയ്ക്ക് വെച്ച് പരമ്പരയിൽ നിന്നും അപ്രത്യക്ഷനായി. വിഷ്ണുവിനെന്താണ് സംഭവിച്ചത്, ഇനി വരില്ലേ എന്ന ചോദ്യം ഉയർന്നതോടെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം ലൈവിലൂടെ താരം ഇതേക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട് താരം പങ്കുവച്ച ഒരു കുറിപ്പാണ് ചർച്ചയാകുന്നത്. പ്രബിൻ്റെ അസാന്നിധ്യത്തിൻ്റെ വിഷമം പങ്കുവയ്ക്കുന്നവർക്കുള്ള മറുപടിയായാണ് താരത്തിൻ്റെ കുറിപ്പ്. ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം വന്നു. എന്ത് എഴുതണം എന്നറിയില്ല. ഒരുപാട് വേദനയുണ്ട്. എങ്കിലും ഒരു കലാകാരൻ എന്ന രീതിയിൽ ഞാൻ ഭാഗ്യം ചെയ്തവനാണ്. എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനും എനിക്ക് വാക്കുകളില്ല. വിഷ്ണു എന്ന കഥാപാത്രം വിട്ടുപിരിയുന്നതിൽ ഒരുപാട് വേദനയുണ്ട്. പല രാത്രികൾ എനിക്ക് ഉറക്കം തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു. പക്ഷേ എന്നെക്കുറിച്ചെങ്കിലും ഇഷ്ടപ്പെടുന്ന സഹോദരന്മാർ, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാർ, വിഷ്ണു എന്ന കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ട കുരുന്നുകുട്ടികൾ, ഇവരുടെയെല്ലാം വിഷമങ്ങൾ കേട്ട് ഒരുപാട് സങ്കടം തോന്നി. വിഷ്ണുവിനെ വളർത്തിയത് നിങ്ങൾ പ്രേക്ഷകരാണ്. നിങ്ങൾ തന്ന പിന്തുണയാണ് എനിക്കും. കുടുംബശ്രീ ശാരദയിലെ അണിയറ പ്രവർത്തകർക്കും വിഷ്ണു എന്ന കഥാപാത്രത്തിന് കുറച്ചെങ്കിലും നീതി പുലർത്താൻ സാധിച്ചത് കുടുംബശ്രീ ശാരദയിലെ എല്ലാ അംഗങ്ങളെയും ഞാൻ ഓർത്തുപോകുന്നു. ഒരുപാട് നന്ദി. വിഷ്ണുവിന് നിങ്ങൾ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഇനിയും പല കഥാപാത്രങ്ങളായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരും. അത് നല്ലതാണെങ്കിൽ മാത്രം, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്നെങ്കിൽ മാത്രം. നിങ്ങൾ വിഷ്ണു എന്ന കഥാപാത്രത്തിന് കൊടുത്ത പിന്തുണ നരേൻ എന്ന കഥാപാത്രത്തിനും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, നരേൻ ജനിച്ചതുകൊണ്ടല്ല വിഷ്ണു മരിച്ചത്. വിഷ്ണു മരിക്കും എന്ന് ഉറപ്പായതുകൊണ്ടാണ് നരേൻ ജനിച്ചത്. നന്ദി. സ്നേഹിച്ചവർക്കും കുറ്റപ്പെടുത്തിയവർക്കും കൂടെ നിന്നവർക്കും എന്നാണ് താരം കുറിച്ചത്.